Dear friends, welcome to Electron College. So, ഈ ഒരു സെഷൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഡിസ്കഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the octal equivalent of decimal 51. Octal equivalent of decimal 51 to the base 10 is, so decimal number തന്നിരിക്കുകയാണ് 51. സോ ഡെസിമൽ നമ്പർ അതിൻ്റെ കറസ്പോണ്ടിങ് ഓക്ടൽ ഇക്വലൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഡെസിമൽ കൺവേർഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനിഷ്യൽ വീഡിയോസിൽ ഒരുപാട് ക്ലാസ്സസ് നമ്മൾ നമ്പർ കൺവേർഷൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ആൻഡ് സോ നോർമലി ഡെസിമൽ ടു ഓക്ടൽ എന്ന് പറയുമ്പോൾ ഡെസിമൽ നമ്പർ വിൽ ബി ഡിവൈഡഡ് ബൈ 8 അല്ലേ. സോ 51 ഡിവൈഡഡ് ബൈ 8, so that is 6 8s are 48 and balance 3. So now your octal number is 63. This is your octal number 638. So your answer is first option. So ഇത് December 2020 ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 PSC ക്വസ്റ്റ്യൻ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ഏതൊരു PSC ക്വസ്റ്റ്യൻ നമ്മൾ ചെക്ക് ചെയ്താലും നമ്പർ കൺവേർഷൻസിൻ്റെ ക്വസ്റ്റ്യൻ എപ്പോഴും ഉണ്ടാവും. സോ നമ്പർ കൺവേർഷൻസിനെ കുറിച്ച്, അതായത് ഫ്രം വൺ ബേസ് ടു അനദർ ബേസ്, ഡെസിമൽ ടു ബൈനറി ഓർ ബൈനറി ടു ഡെസിമൽ, ഹെക്സാ ഡെസിമൽ, ഓക്ടൽ, അങ്ങനെ ഏതൊരു ബേസിലോട്ടും കൺവേർട്ട് ചെയ്യാനുള്ള ടെക്നിക്സ് നമ്മൾ ആൾറെഡി നമ്മുടെ പ്രീവിയസ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. Now the Boolean SOP expression obtained from the truth table. So the truth table is given, inputs A, B, C and output is specified by X. So നമുക്കിതിൻ്റെ ബൂലിയൻ SOP എക്സ്പ്രഷൻ, സം ഓഫ് പ്രോഡക്ട്സ് എക്സ്പ്രഷൻ ഫൈൻഡ് ചെയ്യണം. സോ ഈ ഫംഗ്ഷൻ്റെ എക്സ്പ്രഷനാണ് നമുക്ക് വേണ്ടത്. സോ ഇവിടെ ഈ ഒരു ഔട്ട്പുട്ട് എക്സ്പ്രഷനിൽ എവിടെയൊക്കെയാണ് ഹൈ വരുന്നത് നോക്കുക അല്ലേ. ഈ രണ്ട് ഹൈ ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് വേരിയബിൾസ് ഏതൊക്കെയാണെന്നുള്ളത് എഴുതുക. സോ ഇവിടെ ഒരു ഹൈ വരുന്നുണ്ട്. ദാറ്റ് മീൻസ് എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് സി അല്ലേ. എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് സി പ്ലസ്, ആൻഡ് ദിസ് ഈസ് അനദർ ഹൈ. സോ ഇറ്റ് ഈസ് എ ബി സി കോംപ്ലിമെൻറ്റ്. സോ എ ബി ആൻഡ് സി കോംപ്ലിമെൻറ്റ്. സോ യുവർ ആൻസർ ഈസ് ഓപ്ഷൻ സി. ദിസ് ഈസ് യുവർ ആൻസർ. അപ്പോൾ ഇതൊരു സം ഓഫ് പ്രോഡക്ട്സ് ആണ്. സോ നമ്മൾ എക്സ്പ്രഷൻ എഴുതുമ്പോഴും ഇറ്റ് വിൽ ബി റിട്ടേൺ ഇൻ ദ ഫോം ഓഫ് സം ഓഫ് പ്രോഡക്ട്സ്. നൗ ഇംപ്ലിമെൻറ്റിംഗ് ദ എക്സ്പ്രഷൻ AB plus CDE using NAND logic. സോ ഈ ഒരു എക്സ്പ്രഷനാണ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്, AB plus CDE, ആൻഡ് യു ഹാവ് ടു യൂസ് NAND ലോജിക്. അപ്പോൾ ഇതിൽ ഏതാണ് ആപ്റ്റായ ആൻസർ എന്നുള്ളതാണ്. ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, സി ഓർ ഡി. സോ ഓപ്ഷൻ എയിലോട്ട് വരാം. എ നമ്മളിവിടെ NAND ഗേറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് സോ എന്തായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട്? ഇൻപുട്ട് എയും ബിയും ആണ്. സോ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ സോ എ ബി കോംപ്ലിമെൻറ്റ്, ശരിയല്ലേ. ആൻഡ് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 3 ഇൻപുട്സ് ആണ്. സോ സി ഡി ഇ കോംപ്ലിമെൻറ്റ്, ഔട്ട്പുട്ട് ഓഫ് NAND ഗേറ്റ്. ആൻഡ് ഇവിടെ അഗെയിൻ ദർ ഈസ് എ ബബിൾ. സോ ഇറ്റ്സ് എ ബബിൾഡ് ഓർ ഗേറ്റ് ആണ്. സോ അഗെയിൻ ദർ ഈസ് എ ബബിൾ. അപ്പോൾ ബോത്ത് ഇൻപുട്സ് വിൽ ബി അഗെയിൻ കോംപ്ലിമെൻറ്റഡ് അല്ലേ. സോ എ ബി കോംപ്ലിമെൻറ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുമ്പോഴേക്കും ഇതൊരു ബബിളാണ്. സോ ഇറ്റ് വിൽ ബിക്കം എ ബി, അതായത് എ ബി കോംപ്ലിമെൻറ്റ് ഡബിൾ കോംപ്ലിമെൻറ്റ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബി. ആൻഡ് ഹിയർ സി ഡി ഇ കോംപ്ലിമെൻറ്റ്. അപ്പോൾ ഈ ഒരു ബബിൾ വരുമ്പോഴേക്കും ഇറ്റ് വിൽ ബി സി ഡി ഇ കോംപ്ലിമെൻറ്റ് ദ ഹോൾ കോംപ്ലിമെൻറ്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സി ഡി ഇ, ശരിയല്ലേ. അപ്പോൾ ഇനിയുള്ളത് ഓർ ഗേറ്റ് ആണ്. അപ്പോൾ ഓർ ഗേറ്റ് എന്ന് പറയുമ്പോൾ ഈ രണ്ട് ഇതിൻ്റെയും ഓർ വാല്യൂസ്, അതായത് എ ബി ഓർ സി ഡി ഇ, ശരിയല്ലേ. സോ അതാണ് നമുക്ക് വേണ്ട എക്സ്പ്രഷൻ. സോ ഈ എക്സ്പ്രഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഈ ഒരു സർക്യൂട്ട് ഡയഗ്രാം ആപ്റ്റാണ്, ഈ ഒരു ലോജിക്കൽ ഡയഗ്രാം ആപ്റ്റാണ്. സോ യുവർ ആൻസർ ഈസ് ഓപ്ഷൻ എ. ആൻഡ് റിമൈനിങ് ഓപ്ഷൻസ് വേണമെങ്കിൽ ജസ്റ്റ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയാൽ അറിയാം, ദിസ് വിൽ നോട്ട് വർക്ക്. ഈ ഒരു എക്സ്പ്രഷൻ കിട്ടത്തില്ല ഇവിടെയെങ്കിലും. വേണമെങ്കിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. സോ യുവർ ആൻസർ ഈസ് ഓപ്ഷൻ എ. So our answer is option A. Now next question. In the decimal numbering system, what is the MST? അതായത് MST എന്ന് പറയുമ്പോൾ the most significant digit, the middle digit of stream of numbers, the digit to the right of the decimal point, the last digit
the digit with the most weight. അപ്പോൾ ഇതിലൊരു ആപ്റ്റ് ആൻസർ എന്ന് പറയുന്നത് MST എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ ഡിജിറ്റ് വിത്ത് ദ മോസ്റ്റ് വെയിറ്റ് അല്ലേ. നമ്മളൊരു അതിപ്പോൾ ബൈനറി നമ്പർ ആണെങ്കിലും ഡിജിറ്റൽ ഡെസിമൽ നമ്പർ ആണെങ്കിലും ദർ വിൽ ബി ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് ആൻഡ് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്. സോ എപ്പോഴും ഈ MST എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡിജിറ്റ് വിത്ത് ദ മോസ്റ്റ് weight, the most highest weight. So the digit with the most weight is the MST, and the digit with the least weight will be the LST. So what is MST? The digit with the most weight. So your answer is option D. And so universal gates are NOR and NAND, both A and C. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇറ്റ് വാസ് ആസ്ക്ഡ് ഇൻ December 2020 PSC ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1. സോ യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വളരെ സിമ്പിളാണ്. നോർ ആൻഡ് നാൻഡ്, നോറും നാൻഡും യൂണിവേഴ്സൽ ഗേറ്റ്സ് ആണ്. ആൻഡ് ഗേറ്റ് ഒരിക്കലും യൂണിവേഴ്സൽ ഗേറ്റ് അല്ല. ആൻഡ് ഗേറ്റ് ഈസ് എ ബേസിക് ഗേറ്റ് അല്ലേ. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ബോത്ത് എ ആൻഡ് സി, അതായത് നോർ ഗേറ്റ് ആസ് വെൽ ആസ് നാൻഡ് ഗേറ്റ്. ആൻഡ് എന്തുകൊണ്ടാണ് നമ്മൾ അവരെ യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് പറയുന്നത് എന്നുള്ളതും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ദേ ക്യാൻ ബി യൂസ്ഡ് ഫോർ ദി കൺസ്ട്രക്ഷൻ ഓഫ് അതർ ഗേറ്റ്സ്. So they are called universal gates. So NOR and NAND are universal gates. So your answer is option D. So now question number 4. Now which of the following statements does not describe an advantage of digital technology? So option A, the values may vary over a continuous range. The circuits are less affected by noise. The operation can be programmed. Information storage is easy. But digital, which does not describe about digital technology. അപ്പോൾ ഇതിൽ 4 സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഏതാണ് ഡിജിറ്റൽ ടെക്നോളജിയെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാത്തൊരു കാര്യം, അല്ലെങ്കിൽ ഡിജിറ്റൽ ടെക്നോളജി എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ദ സർക്യൂട്ട്സ് ആർ ലെസ് അഫക്റ്റഡ് ബൈ നോയ്സ്, അത് ശരിക്കും കറക്റ്റാണ്. ഡിജിറ്റലി വരുമ്പോൾ സർക്യൂട്ട്സ് ആർ ലെസ് അഫക്റ്റഡ് ബൈ നോയ്സ് ആണ്. ആൻഡ് ദ ഓപ്പറേഷൻ ക്യാൻ ബി പ്രോഗ്രാംഡ്. ഇൻഫർമേഷൻ സ്റ്റോറേജ് ഈസ് ഓൾസോ വെരി ഈസി. ബട്ട് നമ്മുടെ ഓപ്ഷൻ എ നോക്കുക, ദ വാല്യൂസ് മേ വേരി ഓവർ എ കണ്ടിന്യൂസ് റേഞ്ച്. ഒരിക്കലും അല്ല. ഡിജിറ്റൽ എന്ന് പറയുമ്പോൾ തന്നെ വാല്യൂസ് ഒരിക്കലും വേരി ആവുന്നില്ല. ദ വാല്യൂസ് റിമൈൻസ് ഫിക്സ്ഡ് ഫോർ എ കണ്ടിന്യൂസ് റേഞ്ച് അല്ലേ. നമ്മളിവിടെ 1ഉം 0യും മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ വാല്യൂസ് ആയിട്ട്. സോ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് കറക്റ്റ്. വാല്യൂസ് മേ വേരി ഓവർ എ കണ്ടിന്യൂസ് റേഞ്ച്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയല്ല ഡിജിറ്റൽ ടെക്നോളജിയെ സംബന്ധിച്ചിടത്തോളം. സോ യുവർ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഓപ്ഷൻ എ. ദറ്റ് ഈസ് ദിസ് പർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ് ഡസ് നോട്ട് ഡിസ്ക്രൈബ് ദി അഡ്വാൻറ്റേജ് ഓഫ് digital technology. Now give the decimal value of binary 10010. So again number conversion ആണ്. So binary to decimal, ഈ ബൈനറി ഡെസിമലായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 10010. സോ കൺവേർഷൻ മെത്തേഡ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ആൻഡ് ഫ്രം വൺ ബേസ് ടു അനദർ ബേസ്. അപ്പോൾ വേണമെങ്കിൽ ആ മെത്തേഡ് യൂസ് ചെയ്യാം. അതർവൈസ് നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ you can just get the decimal value, because ഇതിൻ്റെ വെയ്റ്റ്സ്, പൊസിഷണൽ വെയ്റ്റ്സ് നോക്കാം. ദിസ് ഈസ് വെയ്റ്റ് 1, ഹിയർ ഇറ്റ് ഈസ് വെയ്റ്റ് 2, ഇവിടെ വെയ്റ്റ് 4 ആണ്, ഇവിടെ വെയ്റ്റ് 8 ആണ് അല്ലേ, ഇവിടെ വെയ്റ്റ് 16 ആണ്. സോ ദിസ് ഡിജിറ്റ് ഹാസ് എ വെയ്റ്റ് ഓഫ് 16 ആൻഡ് ദിസ് ഡിജിറ്റ് ഹാസ് എ വെയ്റ്റ് ഓഫ് 2. അപ്പോൾ റിമൈനിങ് ഡിജിറ്റ്സ് 0 ആണ്. സോ നമുക്കത് ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമില്ല. സോ ദിസ് ഈസ് ഇക്വലൻറ്റ് ടു, ഈ ഡിജിറ്റ് എടുക്കുക 16 അല്ലേ, 16 പ്ലസ് ഈ ഒരു 1, ദാറ്റ് ഈസ് 2. സോ യുവർ ആൻസർ വിൽ ബി 18 in decimal. So your answer is option C. അപ്പോൾ ഇങ്ങനെ വളരെ ഈസി ആയിട്ട് ബൈനറി ടു ഡെസിമൽ എന്ന് പറയുമ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ വെയ്റ്റ്സ് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത നോർമൽ ടെക്നിക്ക് ഉണ്ടല്ലോ, അതായത് എന്താണ് 0 ഇൻറ്റു 2 പവർ 0 പ്ലസ് 1 ഇൻറ്റു 2 പവർ 1 പ്ലസ് 0 ഇൻറ്റു 2 പവർ 2 പ്ലസ് ഈ ഒരു നോർമൽ കൺവെൻഷണൽ മെത്തേഡ് ഉണ്ട്. അങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം. സെയിം ആൻസർ തന്നെ ആയിരിക്കും ലഭിക്കുന്നത്. സോ ഹിയർ യുവർ ആൻസർ ഈസ് 18 ടു ദ ബേസ് 10. സോ അഗെയിൻ ഞാൻ പറയുകയാണ്, നമ്പർ കൺവേർഷൻ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് PSC ക്വസ്റ്റ്യൻസിലും മറ്റും ചോദിക്കുന്ന ഒരു സെക്ഷനാണ് നമ്പർ കൺവേർഷൻസ്. സോ നൗ അഗെയിൻ ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 December 2020, ജസ്റ്റ് ഇപ്പോൾ തന്നെ ചോദിച്ചൊരു ഇപ്പോൾ തന്നെ കണ്ടക്ട് ചെയ്തൊരു എക്സാമിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. ദ ടൂസ് കോംപ്ലിമെൻറ്റ് ഓഫ് ബൈനറി നമ്പർ 0.01011. സോ യു ഹാവ് ടു ഫൈൻഡ് ദ ടൂസ് കോംപ്ലിമെൻറ്റ്. സോ നമ്മൾ വൺസ് കോംപ്ലിമെൻറ്റ്, ടൂസ് കോംപ്ലിമെൻറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു പല വീഡിയോസിൽ. നോർമലി നമ്മൾ ഈ സൈൻഡ് നമ്പേഴ്സിലോട്ട് പോകുമ്പോഴാണ് നമ്മൾ കോംപ്ലിമെൻറ്റിനെ കുറിച്ച് സംസാരിക്കുന്നത്. ബിക്കോസ്
സൈൻഡ് നമ്പേഴ്സ് അഥവാ നെഗറ്റീവ് നമ്പേഴ്സ് നമ്മൾ റിപ്രസെൻറ്റ് ചെയ്യുന്നത് ടൂസ് കോംപ്ലിമെൻറ്റ് യൂസ് ചെയ്തിട്ടാണ്. പോസിറ്റീവ് നമ്പേഴ്സ് റിപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നോർമൽ ബൈനറി റിപ്രസെൻറ്റേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നു. നെഗറ്റീവ് നമ്പേഴ്സാണ് റിപ്രസെൻറ്റ് ചെയ്യേണ്ടതെങ്കിൽ ആ പർട്ടിക്കുലർ പോസിറ്റീവ് വാല്യൂവിൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് അതായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ടൂസ് കോംപ്ലിമെൻറ്റ് ഓഫ് ദിസ് ബൈനറി നമ്പർ 0.01011. അപ്പോൾ ടൂസ് കോംപ്ലിമെൻറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതുള്ളത് നമുക്കറിയാം. വൺസ് കോംപ്ലിമെൻറ്റ് എടുത്തിട്ട് അതിൻ്റെ കൂടെ +1 നമ്മൾ ആഡ് ചെയ്യും. സോ ഇറ്റ് വിൽ ബി യുവർ ഗിവൺ നമ്പർ 0.01011. സോ ഇതിൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് വേണം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് വൺസ് കോംപ്ലിമെൻറ്റ് എടുക്കുന്നു. ദാറ്റ് ഈസ് വൺസ് കോംപ്ലിമെൻറ്റ് അറിയാമല്ലോ, സീറോസിനെ വൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക, വൺസിനെ സീറോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോൾ 1.10100. ഇനി ടൂസ് കോംപ്ലിമെൻറ്റ് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ +1 നമ്മൾ ആഡ് ചെയ്യുന്നു. സോ യു വിൽ ഗെറ്റ് 0 + 1 1 ആൻഡ് 0 101.1. So that is 1.10101. So your answer is option A, 1.10101. So again, this is a simple question. So now next question, a decoder. A decoder converts non-coded information into coded form, coded information into non-coded form, high to low and low to high. സോ നമുക്കറിയാം നോർമലി ഡീകോഡർ എന്താ ചെയ്യുന്നതെന്ന്. ഡീകോഡർ ഇറ്റ് വിൽ ഹാവ് n നമ്പർ ഓഫ് ഇൻപുട്സ് ആൻഡ് 2n നമ്പർ ഓഫ് ഔട്ട്പുട്ട്സ്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ വരുന്നൊരു ഇൻപുട്ട് കോമ്പിനേഷൻ എന്താണോ ആ കോമ്പിനേഷൻ ബേസ് ചെയ്തിട്ട് എനി വൺ ഔട്ട്പുട്ട് വിൽ ബി ആക്ടിവേറ്റഡ് അല്ലേ, ഏതെങ്കിലും ഒരു ഔട്ട്പുട്ടായിരിക്കും ആക്ടിവേറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഇവിടെ 0 0 0 ആണെങ്കിൽ ഔട്ട്പുട്ട് D0 വിൽ ബി ആക്ടിവേറ്റഡ്. സോ ഇവിടെ 0 0 1 ആണെങ്കിൽ D1 വിൽ ബി ആക്ടിവേറ്റഡ്, 0 1 0 ആണെങ്കിൽ D2 വിൽ ബി ആക്ടിവേറ്റഡ് എക്സെട്ര. ദാറ്റ് ഈസ് നോർമലി ദ ഫങ്ഷൻ ഓഫ് എ ഡീകോഡർ. അതായത് ഡീകോഡർ ശരിക്കും ചെയ്യുന്നത് ഈ ഒരു കോഡഡ് ഇൻഫർമേഷനെ നോൺ കോഡഡ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. സോ ഡീകോഡർ കൺവേർട്ട് കോഡഡ് ഇൻഫർമേഷൻ ഇൻ ടു നോൺ കോഡഡ് ഫോം. സോ യുവർ ആൻസർ ഈസ് ഓപ്ഷൻ ബി. Now in positive logic, high equal to 1, low equal to 0, അല്ലെങ്കിൽ low equal to 1, high equal to 0, only highs are present, only lows are present. അപ്പോൾ പോസിറ്റീവ് ലോജിക്, നെഗറ്റീവ് ലോജിക്, ഈ രണ്ട് ലോജിക്കിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ പോസിറ്റീവ് ലോജിക് എന്ന് പറയുമ്പോൾ ലോജിക്കൽ 1 represents the high value and logical 0 represents the low value. So your answer is option A. And see, logical 1 ലോ വാല്യൂവിനെ റിപ്രസെൻറ്റ് ചെയ്യുന്നതും ലോജിക്കൽ 0 ഹൈ വാല്യൂവിനെ റിപ്രസെൻറ്റ് ചെയ്യുന്നതും നെഗറ്റീവ് ലോജിക്കാണ്. നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് പ്രീവിയസ് വീഡിയോസ്. സോ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് നെഗറ്റീവ് ലോജിക്. ആൻഡ് ഓൺലി ഹൈസ് ആർ പ്രസൻറ്റ് അല്ല, അങ്ങനെ ഒരു പോസിബിലിറ്റി ഒരിക്കലും ഇല്ല. ഓൺലി ലോസ് ആർ പ്രസൻറ്റ്, അത് നമ്മൾ അങ്ങനെ ഒരു പോസിബിലിറ്റി നമ്മൾ യൂസ് ചെയ്യാറില്ല. സോ പോസിറ്റീവ് ലോജിക് 1 റിപ്രസെൻറ്റ്സ് ദ ഹൈ വാല്യൂ, 0 റിപ്രസെൻറ്റ്സ് ലോ വാല്യൂ. അപ്പോൾ നിങ്ങളുടെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഈ നെഗറ്റീവ് ലോജിക് ആണെങ്കിൽ 1 റിപ്രസെൻറ്റ്സ് ലോ വാല്യൂ, 0 റിപ്രസെൻറ്റ്സ് ഹൈ വാല്യൂ. So our next question, a multiplexer has, mux has one input and several outputs, one input and one output, several inputs and several outputs, several inputs and one output. So മക്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പ്രീവിയസ് വീഡിയോസിൽ. സോ മക്സ് നോർമലി ഹാവ് സെവറൽ ഇൻപുട്സ് അല്ലേ, ആൻഡ് ദർ വിൽ ബി ഓൺലി വൺ ഔട്ട്പുട്ട്. പിന്നെ സെലക്ട് ലൈൻസ് ഉണ്ടാവും മക്സിന്. സോ ആൻഡ് മക്സിൻ്റെ ഫംഗ്ഷൻ നമുക്കറിയാം, അറ്റ് എ ടൈം എനി one input will be passed to the output, and the input to be passed, in ഏത് ഇൻപുട്ടാണ് ഔട്ട്പുട്ടിലോട്ട് പാസ് ചെയ്യേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെലക്ട് ലൈൻസ് യൂസ് ചെയ്യുന്നത് അല്ലേ. സോ നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് മക്സിനെ കുറിച്ച്. അപ്പോൾ എനിവേ ദർ വിൽ ബി ഓൺലി വൺ ഔട്ട്പുട്ട്. അപ്പോൾ മക്സ് ഹാസ് സെവറൽ ഇൻപുട്സ് ആൻഡ് ഓൺലി വൺ ഔട്ട്പുട്ട്. സോ യുവർ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. നൗ എൻകോഡർ. സോ എൻകോഡർ സിമിലർലി നമ്മൾ ഡീകോഡറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെയാണ് എൻകോഡറിനെ കുറിച്ചും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ എൻകോഡർ എന്ന് പറയുമ്പോൾ ദർ വിൽ ബി സെവറൽ ഇൻപുട്സ്. സോ ഫോർ എക്സാമ്പിൾ ഇഫ് യു ഹാവ് 2 power n ഇൻപുട്സ്, യു ഹാവ് n നമ്പർ ഓഫ് ഔട്ട്പുട്ട്സ്, ശരിയല്ലേ. ആൻഡ് സോ അറ്റ് എ ടൈം ഏതെങ്കിലും ഒരു ഇൻപുട്ട് മാത്രമേ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യത്തുള്ളൂ ഇൻ എൻകോഡർ. ആൻഡ് ഏത് ഇൻപുട്ടാണോ ആക്ടിവേറ്റ് ആവുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് കോഡായിരിക്കും ഇവിടെ ജനറേറ്റ് ചെയ്യുന്നത്. അതായത് നോൺ കോഡഡ് ഇൻഫർമേഷൻ ഈസ് ആക്ച്വലി കൺവേർട്ടഡ് ഇൻ ടു കോഡഡ് ഫോം. സോ ആൻ എൻകോഡർ
converts non-coded information into coded form. So our answer is option A. അല്ലേ? അതായത് ഏത് ഇൻപുട്ടാണോ ഇവിടെ ആക്റ്റീവ് ആവുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് കോഡ് ആയിരിക്കും ഇവിടെ ജനറേറ്റ് ചെയ്യുന്നത്. സോ യുവർ ആൻസർ ഈസ് ഓപ്ഷൻ എ ആൻഡ് കോഡഡ് ഇൻഫർമേഷൻ ഇൻ ടു നോൺ കോഡഡ്. നോ ദിസ് ഈസ് ഫോർ എ ഡീകോഡർ. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഡീകോഡറുടെ ഫംഗ്ഷനാണ്, എൻകോഡറിൻ്റെ അല്ല. പിന്നെ ഹൈസ് ടു ലോ, ലോസ് ടു ഹൈ ഇതൊന്നുമല്ല. ഹൈ ടു ലോ, ലോ ടു ഹൈ അത് നോർമലി നമ്മുടെ നോട്ട് ഗേറ്റ് ആണ് അതൊക്കെ ചെയ്യുന്നത്. ഹൈ ടു ലോയും ആസ് വെൽ as ലോ ടു ഹൈ. Now the next question, the minimized expression for the given K map. So K map again very important ആണ്. പലപ്പോഴും നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് K മാപ്പിൽ നിന്ന്. ആൻഡ് ദിസ് ഈസ് അഗെയിൻ ഇപ്പോൾ ഡിസംബർ 2020 ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 അവർ അതിൽ നിന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. ദ മിനിമൈസ്ഡ് എക്സ്പ്രഷൻ ഫോർ ദ ഗിവൺ K മാപ്പ്. ഇതിൻ്റെ ഒരു മിനിമൈസ്ഡ് എക്സ്പ്രഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൽ പല രീതിയിൽ നമുക്കിത് മാപ്പ് ചെയ്യാം, ഗ്രൂപ്പ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഓപ്ഷൻ എ, ബി, സി, ഡി തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏറ്റവും ആപ്റ്റായ ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. സോ നൗ ഇവിടെ കോമൺ ആയിട്ട് വരുന്നൊരു ഓപ്ഷൻ സി ഡി ആണ് അല്ലേ? സി ഡി എന്നൊരു ടേം വരുന്നുണ്ട്. അപ്പോൾ സി ഡി നമ്മൾ നോക്കുമ്പോൾ ഈ മാപ്പ് ഒന്ന് ശ്രദ്ധിക്കുക. മാപ്പ് 4 വേരിയബിൾ K മാപ്പാണ് അല്ലേ? എ ബി സി ഡി 0001 1110 ആൻഡ് 0001 1110. അപ്പോൾ സി ഡി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഈ റോയാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ശരിയല്ലേ? സി ഡി. സോ ഇറ്റ് മീൻസ് ദാറ്റ് നമ്മൾ ഈ 4 ടേംസും കൂടെ ഗ്രൂപ്പ് ചെയ്യുന്നു, ശരിയല്ലേ? 1 1 x ഇത് ഡോൺ കെയർ ആണ്. അപ്പോൾ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം നമ്പർ ഓഫ് സെൽസ് ആണല്ലോ എപ്പോഴും ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ സി ഡി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ 4 സെൽസും കൂടെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നു. സോ സി ഡി ഈസ് എ ടേം. അപ്പോൾ സി ഡി ഒരു ടേമാണ്. നമ്മുടെ ഈ ഒരു K മാപ്പിൽ സി ഡി എന്ന ടേം നമുക്ക് യൂസ് ചെയ്യാം. ദെൻ ഈ ഒരു സെക്ഷനിലോട്ട് വരിക 1 1 1 അല്ലേ? സോ ഇത് നമുക്ക് ഗ്രൂപ്പ് ചെയ്യണം. അപ്പോൾ ഇവിടെ ചെയ്യാവുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ 4 എലിമെൻറ്റ്സും കൂടെ ഗ്രൂപ്പ് ചെയ്യാം. ഈ 4 സെൽസും കൂടെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. എന്തായാലും 6 സെൽസ് പറ്റത്തില്ല, ശരിയല്ലേ? 6 സെൽസ് പോസിബിൾ അല്ല. പിന്നെ നമ്പർ ഓഫ് 8 സെൽസ് ഇവിടെ അവൈലബിളും അല്ല. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ ഈ 4 സെൽസ് ഗ്രൂപ്പ് ചെയ്യുക എന്നുള്ളതാണ്. സോ ആൻഡ് ഇതിൻ്റെ ഒരു എക്സ്പ്രഷൻ എന്താണെന്ന് നോക്കാം. ഇതിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ എ പറ്റില്ല, എ ഈസ് വേരിയിങ് അല്ലേ? എ വേരി ആവുക. ഇവിടെ എ 0 ആണ്, ഇവിടെ എ 1 ആണ്. ബട്ട് യു ക്യാൻ ടേക്ക് ബി. So B is 1, here also B is 1. So you can take B and ഈ 2 rows നോക്കുമ്പോൾ C is fixed. So you can take C complement അല്ലേ? C complement. D നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം D ഇവിടെ 0യും ഇവിടെ 1ഉം ആണ്. So this is another term, CD and BC complement. അപ്പോൾ ഇനി ബാക്കിയുള്ളത് ഈ ഒരു ടേം ആണ് അല്ലേ? ഈ സിംഗിൾ ടേം ആണ് നമുക്ക് ബാക്കിയുള്ളത്. അപ്പോൾ ഇതും ഗ്രൂപ്പ് ചെയ്യണം. സോ ഇത് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ എഗെയിൻ നമുക്ക് മാക്സിമം നമ്പർ ഓഫ് സെൽസ് ഗ്രൂപ്പ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ദിസ് ഈസ് അനദർ ഓപ്ഷൻ. ഈ 2 സെൽസും തമ്മിൽ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നു. സോ വാട്ട് ഹാപ്പൻസ്, ഇതിൻ്റെ എക്സ്പ്രഷൻ അതായത് ഈ 2 റോസ് ആൻഡ് ഈ 2 കോളംസ് അല്ലേ? നമ്മളതാണ് ഇവിടെ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ റോസ് നോക്കുമ്പോൾ എ ഈസ് കോമൺ. സോ യു ക്യാൻ ടേക്ക് എ and B, not A, C അല്ലേ? C D. So you can take this C. So D പറ്റില്ല, ഇത് വേരിയിങ് ആണ്. ആൻഡ് ഈ 2 റോസ് നോക്കുമ്പോൾ ഈ 2 കോളംസ് നോക്കുമ്പോൾ യു ക്യാൻ ടേക്ക് B കോംപ്ലിമെൻറ്റ് അല്ലേ? C B കോംപ്ലിമെൻറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് ഫിക്സ്ഡ്. ഇവിടെയും 0 ആണ്, ഇവിടെയും 0 ആണ്. സോ ദിസ് ഈസ് അനദർ ടേം, C B കോംപ്ലിമെൻറ്റ്. സോ യുവർ എക്സ്പ്രഷൻ വിൽ ബി C D plus B into C complement plus C into B complement. So your answer is option D. This is your answer, the minimized expression for the K map. And remaining expressions ഒക്കെ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം, അത്ര ആപ്റ്റ് ആവത്തില്ല. ഇപ്പോൾ എക്സ്പ്രഷൻ C നോക്കുകയാണെങ്കിൽ ഹിയർ യു ഹാവ് എ ടേം കോൾഡ് AC അല്ലേ? ഈ AC നമുക്ക് ആവശ്യമില്ല, ബിക്കോസ് AC എവിടെയാണ് വരുന്നത്? AC എന്ന ടേം എന്ന് പറയുന്നത് ഈ 4 സെൽസ് ഗ്രൂപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് AC കിട്ടുക, ഈ 4 സെൽസ്. ഇതിൻ്റെ ആവശ്യമില്ല ശരിക്കും, ബിക്കോസ് ഇത് ഡോൺ കെയർ ആണ്. അപ്പോൾ ഡോൺ കെയർ മാത്രമായിട്ട് നമ്മൾ ഗ്രൂപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഈ ടേമിൻ്റെ ആവശ്യമില്ല. സിമിലർലി സോ അപ്പോൾ അതുകൊണ്ട് റിമൈനിങ് 2 ഓപ്ഷൻ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ആൻഡ് ഇറ്റ് വോണ്ട് കവർ ഓൾ ദ സെൽസ്. അപ്പോൾ നമ്മുടെ ആൻസർ, ദ ബെസ്റ്റ് അവൈലബിൾ ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓപ്ഷൻ
K map C B complement plus B into C complement plus C into D. So now next question, solving minus 11 plus minus 2 will yield which 2's complement answer? അപ്പോൾ ഇതൊരു സം ആണ്, ബട്ട് യുവർ നമ്പർ ഈസ് ഫസ്റ്റ് നമ്പർ ഈസ് മൈനസ് 11, സെക്കൻഡ് നമ്പർ ഈസ് മൈനസ് 2. അപ്പോൾ നമ്മൾ മൈനസ് 11 അത് നെഗറ്റീവ് നമ്പേഴ്സ് നമ്മൾ റിപ്രസെൻറ്റ് ചെയ്യുന്നത് 2's കോംപ്ലിമെൻറ്റ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ 11 നമുക്ക് എന്താണെന്ന് അറിയാം. സോ 11 അതായത് പ്ലസ് 11 ഈസ് ആക്ച്വലി എന്തുവാ 0 1 0 1 1 അല്ലേ. ദിസ് ഈസ് ആക്ച്വലി പ്ലസ് 11 ഇൻ 5 ബിറ്റ്സ്, നമ്മൾ 5 ബിറ്റ് ഇവിടെ യൂസ് ചെയ്യുന്നു. ആൻഡ് പ്ലസ് 2 നമുക്കറിയാം പ്ലസ് 2 എന്താണെന്ന്, ഇറ്റ് ഈസ് 0 0 0 1 0. ദിസ് ഈസ് പ്ലസ് 2. അപ്പം just let us find minus 11. Minus 11 എന്തുവാണ്? minus 11 പോസിറ്റീവ് വെർഷൻ്റെ 2's കോംപ്ലിമെൻറ്റ്, ദാറ്റ് ഈസ് minus 11. അപ്പോൾ minus 11 കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പോസിറ്റീവ് നമ്പർ 11ൻ്റെ 2's കോംപ്ലിമെൻറ്റ് എടുക്കുക. 11ൻ്റെ 2's കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോൾ ആദ്യം 1's കോംപ്ലിമെൻറ്റ് എടുത്തിട്ട് പ്ലസ് 1 ആഡ് ചെയ്യണം. സോ എന്താണ് 1's കോംപ്ലിമെൻറ്റ്? 1 0 1 0 0 പ്ലസ് 1. സോ ദാറ്റ് ഈസ് 1 0 1 0 1. സോ ദിസ് ഈസ് minus 11. ശരിയല്ലേ? അപ്പോൾ അതുപോലെ minus 2. സോ മൈനസ് 2 കാൽക്കുലേറ്റ് ചെയ്യാൻ വി ആർ ഗോയിങ് ടു യൂസ് 2's കോംപ്ലിമെൻറ്റ്. അപ്പോൾ പ്ലസ് 2ൻ്റെ 1's കോംപ്ലിമെൻറ്റ് എടുത്തിട്ട് പ്ലസ് 1 ആഡ് ചെയ്യുക. സോ 1 1 1 0 1 plus 1. So you will get 1 plus 1 0. 1 is the carry out, that is 1 1 1 1. This is minus 2. So now നമ്മുടെ കയ്യിൽ -2 അവൈലബിൾ ആണ്, minus 11 അവൈലബിൾ ആണ്, -2 അവൈലബിൾ ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ minus 11 is 1 0 1 0 1 and minus 2 is 1 1 1 1 0. So we have to add this. ആഡ് ചെയ്യുമ്പോൾ 1 1 ഇവിടെ 1 1 0 and again 1 plus 1 0, 1 plus 1 plus 1, it is 1 and 1 will be the carry out. So this is our answer 1 0 0 1 1. അപ്പോൾ ഇതെവിടെയാണ് മാച്ച് ആവുന്നത് നോക്കുക. സോ ഇവിടെ 1 0 0 1 1 ശരിയല്ലേ. ആൻഡ് റിമൈനിങ് ബിറ്റ്സ് എന്ന് പറയുന്നത് സി ആൾറെഡി നോ ദിസ് ഈസ് ദ സൈൻ ബിറ്റ് അല്ലേ. ഇത് സൈൻ ബിറ്റ് ആണ്. ദിസ് ഈസ് ദ സൈൻ ബിറ്റ്. MSB സൈൻ ബിറ്റ് ആണല്ലോ, നമുക്കറിയാം. അത് നെഗറ്റീവ് നമ്പേഴ്സ് ആണെങ്കിലും പോസിറ്റീവ് നമ്പേഴ്സ് ആണെങ്കിലും MSB സൈൻ ബിറ്റ് ആയിരിക്കും. മാത്രമല്ല നെഗറ്റീവ് ആണെങ്കിൽ MSB വിൽ ബി 1, പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ MSB 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ ദിസ് ഈസ് സൈൻ ബിറ്റ്. അപ്പോൾ ഇവിടെ റിമൈനിങ് എത്ര ബിറ്റ്സ് വേണമെങ്കിലും നമുക്ക് ഈ സൈൻ ബിറ്റ് തന്നെ യൂസ് ചെയ്യാം. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഈ -11 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 1 0 1 0 0 ശരിയല്ലേ. ഇത് 5 ബിറ്റ്സിൽ നമ്മൾ റിപ്രസെൻറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഇത് തന്നെ ഹിയർ വി ഹാവ് യൂസ്ഡ് 5 ബിറ്റ്സ്. ഇപ്പോൾ ഇത് തന്നെ 7 ബിറ്റ്സ് ഞാൻ 7 ബിറ്റ്സിൽ റിപ്രസെൻറ്റ് ചെയ്യാണ്. ആൻഡ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1 1 1 0 1 0 0. അതായത് -11 സൈൻ ബിറ്റ് 1 ആണെങ്കിൽ നമ്മൾ ആ സൈൻ ബിറ്റ് തന്നെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. സൈൻ ബിറ്റ് 1 ആണെങ്കിൽ റിമൈനിങ് ബിറ്റ്സ് ഇവിടെ യൂസ് ചെയ്യാവുന്ന റിമൈനിങ് ബിറ്റ്സും ആ സെയിം സൈൻ ബിറ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ആൻസർ ഇറ്റ് ഈസ് 1 0 0 1 1. സോ റിമൈനിങ് സൈൻ ബിറ്റ്സ് ആണ്. അതാണ് വീണ്ടും കുറേ വൺസ് കിടക്കുന്നത്. സോ യുവർ ആൻസർ ഈസ് ഓപ്ഷൻ സി. So now next question, see what is the major difference between half adder and full adder? So nothing, basically full adders are made up of 2 half adders. ശരിയാണ്, full adders are made up of 2 half adders. Full adders can handle double digit numbers, അതും ശരിയാണ്. Full adders have a carry input capability, അതും ശരിയാണ്. Half adders can handle only single digit numbers. And ഇതിൽ but the most important difference, what is the major difference between half adders and full adders? അപ്പോൾ the most important difference എന്ന് പറയുന്നത് full adders have a carry input capability, because half adders നമ്മൾ യൂസ് ചെയ്യുമ്പോൾ 2 ബിറ്റ്സ് മാത്രമേ നമ്മൾ ആഡ് ചെയ്യാറുള്ളൂ ഒരു ഹാഫ് ആഡർ യൂസ് ചെയ്തിട്ട്. ഫുൾ ആഡർ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ആഡ് 3 ബിറ്റ്സ്, അതായത് ഫസ്റ്റ് ഇൻപുട്ട്, സെക്കൻഡ് ഇൻപുട്ട് ആൻഡ് carry in. So that is the major difference between a half adder and a full adder. So full adders have a carry input capability. So your answer is option C. Now, which of the following statement is incorrect? Now this is again a question asked in December 2020 instructor grade 1 PSC exam. Now which of the following statement is incorrect? So a plus a complement b equal to a of a complement b equal to ab. So ഇതിൽ ഏതാണ് ഇൻകറക്റ്റ് ഓപ്ഷൻ എന്നുള്ളത് നോക്കണം. നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. ഇപ്പോൾ a plus
എ കോംപ്ലിമെൻറ്റ് ബി എന്ന് പറയുമ്പോൾ ദിസ് ഈസ് ആക്ച്വലി ഈക്വൽ ടു എ പ്ലസ് എ കോംപ്ലിമെൻറ്റ് ഇൻറ്റു എ പ്ലസ് ബി, ശരിയല്ലേ? ദിസ് ഈസ് ബൈ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. നമ്മൾ ഈ ബൂലിയൻ ലോസിനെ കുറിച്ച് ഓൾറെഡി നമ്മുടെ പ്രീവിയസ് വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 2-3 വീഡിയോസ് നമ്മൾ ബൂലിയൻ ലോസിനെ കുറിച്ചും അതിൻ്റെ മിനിമൈസേഷനെ കുറിച്ചും ഒക്കെ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തതാണ്. സോ ബൈ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എ പ്ലസ് എ കോംപ്ലിമെൻറ്റ് ബി ഈക്വൽ ടു എ പ്ലസ് എ കോംപ്ലിമെൻറ്റ് ഇൻറ്റു എ പ്ലസ് ബി. Now that is equal to, see, a plus a complement is 1, അല്ലേ? This is actually 1. So it is equal to a plus b. So first statement it is incorrect. First statement is not correct, അല്ലേ? A plus a complement b equal to a plus b ആണ്. So this is actually incorrect. Now second statement നോക്കാം. A of a complement plus b equal to ab. So ഇതെന്താണ് എക്സ്പ്രഷൻ? എ ഓഫ് എ കോംപ്ലിമെൻറ്റ് പ്ലസ് ബി ഈക്വൽ ടു എ ഇൻറ്റു എ കോംപ്ലിമെൻറ്റ് പ്ലസ് എ ബി, ശരിയല്ലേ? സോ എ കോംപ്ലിമെൻറ്റ് ഈസ്, ദിസ് ഈസ് ആക്ച്വലി 0. സോ നൗ യുവർ ആൻസർ വിൽ ബി ഈക്വൽ ടു എ ബി. സോ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. നൗ ഈ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം, സി, അതായത് എ ബി പ്ലസ് എ ബി കോംപ്ലിമെൻറ്റ്. നൗ ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഓഫ് ബി പ്ലസ് ബി കോംപ്ലിമെൻറ്റ്, ശരിയല്ലേ? b a common ആണ്, so a of b plus b complement, and b plus b complement is equal to 1, so that is equal to a. So this statement is also correct. Now last statement നോക്കാം, ca plus c a complement b, so that is equal to c of a plus a complement b. Now a plus a complement b already നമുക്കറിയാം, a plus a complement b is equal to a plus b. So that is equal to c of a plus b. Now that is equal to ca plus cb. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്, അല്ലേ? സി എ പ്ലസ് സി ബി. സോ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ്? സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എ പ്ലസ് എ കോംപ്ലിമെൻറ്റ് ബി ഈക്വൽ ടു എ, ദിസ് ഈസ് യുവർ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. സോ യുവർ ആൻസർ ഈസ് ഓപ്ഷൻ എ. ഓപ്ഷൻ എ ഈസ് യുവർ ആൻസർ. Now next question, fast look ahead carry circuits found in most 4-bit full adder circuits. ലുക്ക് അഹെഡ് ക്യാരിയുടെ യൂസ് എന്താണെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഡിറ്റർമൈൻ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്, റെഡ്യൂസ് ദ പ്രൊപ്പഗേഷൻ ഡിലേ, ആഡ് എ 1 to കോംപ്ലിമെൻറ്റഡ് ഇൻപുട്സ്, ഇൻക്രീസ് റിപ്പിൾ ഡിലേ. സോ ഫാസ്റ്റ് ലുക്ക് അഹെഡ് ക്യാരി, അതിൻ്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത് തന്നെ ഇറ്റ് റെഡ്യൂസസ് പ്രൊപ്പഗേഷൻ ഡിലേ, ശരിയല്ലേ? സോ 12th our answer is ഓപ്ഷൻ ബി. നമ്മൾ ആഡേഴ്സിനെ കുറിച്ച് പഠിച്ചപ്പോൾ റിപ്പിൾ ക്യാരി ആഡറിനെ കുറിച്ച് പഠിച്ചു, അതായത് പാരലൽ ആഡേഴ്സ്. സോ റിപ്പിൾ ക്യാരി ആഡർ ക്യാൻ ആഡ് പാരലൽ നമ്പേഴ്സ്, ബട്ട് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് തന്നെ റിപ്പിൾ ക്യാരി ആഡർ ഹാസ് എ ഡിലേ, ഇറ്റ് വിൽ ക്രിയേറ്റ് എ ഡിലേ. അപ്പോൾ ദാറ്റ് ഡിലേ ഈസ് ഓവർകം ബൈ ലുക്ക് അഹെഡ് ക്യാരി ആഡർ. സോ ദ മെയിൻ യൂസ് ഓഫ് ഫാസ്റ്റ് ലുക്ക് അഹെഡ് ക്യാരി ആഡർ ഈസ് ദ റെഡ്യൂസ് പ്രൊപ്പഗേഷൻ ഡിലേ. So now the truth table for a full adder is shown below. What are the values of x, y and z? അപ്പോൾ ഇവിടെ എക്സ്, വൈ ആൻഡ് ഇസെറ്റ്, ഈ വാല്യൂസാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, എക്സ്, വൈ ആൻഡ് ഇസെറ്റ്. സോ ഇതൊരു ഫുൾ ആഡറിൻ്റെ ട്രൂത്ത് ടേബിളാണ്, അതായത് ഫസ്റ്റ് ഇൻപുട്ട്, സെക്കൻഡ് ഇൻപുട്ട്, ക്യാരി ഇൻ, ക്യാരി ഔട്ട്, സം. അപ്പോൾ ഇവിടെ നോക്കാം, ഈ കോളം നോക്കുക. ഇവിടെ നോക്കുമ്പോൾ 0 0 0 ആൻഡ് 0 ഇത് രണ്ടുമാണ് നമ്മുടെ ഇൻപുട്സ്. ക്യാരി ഇൻ 1 ആണ്, അല്ലേ? നമ്മളിത് ആഡ് ചെയ്യുമ്പോൾ 0 + 0 0 + 1, സോ സം ഈസ് 1. ആൻഡ് ക്യാരി ഔട്ട് ഇല്ല, ക്യാരി ഔട്ട് ഈക്വൽ ടു 0, ശരിയല്ലേ? സോ ക്യാരി ഔട്ട് ഈസ് 0, സോ എക്സ്, ദാറ്റ് ഈസ് ദ സം, സോ എക്സ് ഈക്വൽ ടു 1. ആൻഡ് വൈ, നമുക്കിനി വൈ കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ എന്താണ് ഇൻപുട്സ്? 0യും 1ഉം ആണ് ഇൻപുട്സ്, അല്ലേ? 0 ആൻഡ് 1 ഇൻപുട്സ്. ക്യാരി ഇൻ 1 ആണ്, ക്യാരി ഇൻ ഈസ് 1. അപ്പോൾ 0 + 1 + 1, സോ യുവർ സം വിൽ ബി 0 ആൻഡ് ക്യാരി ഔട്ട് വിൽ ബി 1. സോ ഇവിടെ ക്യാരി ഔട്ടാണ് ചോദിച്ചിരിക്കുന്നത്, വൈ ഈസ് ക്യാരി ഔട്ട്, ശരിയല്ലേ? വൈ ഈസ് ക്യാരി ഔട്ട്, സോ ദാറ്റ് ക്യാരി ഔട്ട് ഈസ് 1. സോ വൈ ഈസ് ഈക്വൽ ടു 1. Then z, see, first input is 1, second input is 1, carry in is also 1. അപ്പോൾ ഇത് മൂന്നും ആഡ് ചെയ്യുമ്പോൾ ഫുൾ ആഡർ അല്ലേ? ആഡ് ചെയ്യുമ്പോൾ 1 1 1, സോ സം വിൽ ബി 1, and c out will also be equal to 1, because 1 + 1 + 1 എന്ന് പറയുമ്പോൾ it is 1 1. സോ ഇവിടെ വേണ്ടത് സം ആണ്, സോ z equal to 1. So x equal to 1, y equal to 1, z equal to 1. So your answer is option B. Okay, B, x equal to 1, y equal to 1, z equal to 1. Now a half order circuit would normally be used time a carry input is required in an
added circuit. Half adder would normally be used each time a carry input is required in an adder circuit. So ഇത് ട്രൂ ആണോ ഫാൾസ് ആണോ എന്നുള്ളതാണ്. അപ്പോൾ ക്യാരി ഇൻപുട്ട് ആവശ്യമായിട്ട് വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫുൾ ആഡർ ആണ്, ഒരിക്കലും ഹാഫ് ആഡർ അല്ല. ഹാഫ് ആഡർ ക്യാരി ഇൻ ഉണ്ടെങ്കിൽ ഹാഫ് ആഡർ അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, ഫുൾ ആഡർ ആണ്. സോ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫാൾസ്. സോ യുവർ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ശരിയല്ലേ? ഹാഫ് ആഡർ ക്യാരി ഇൻപുട്ട് ഇല്ല എങ്കിൽ ഓക്കെ ഹാഫ് ആഡർ യൂസ് ചെയ്യാം. ക്യാരി ഇൻപുട്ട് അവൈലബിൾ ആണെങ്കിൽ വി കനോട്ട് ആഡ് വിത്ത് ഹാഫ് ആഡർ. Now the carry propagation delay in 4-bit full adder circuit is, again, full adder circuits normal ripple carry adders എടുക്കുമ്പോൾ അവിടെ ഒരു propagation delay ഉണ്ടാവും. That propagation delay എന്താണ്, ഈസ് cumulative for each stage and limit the speed at which arithmetic operation is performed. അതെ, ഇത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബിക്കോസ് ഈ ഡിലേ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് cumulative for each stage. നമ്പർ ഓഫ് സ്റ്റേജസ് കൂടുന്തോറും propagation delay കൂടും. And it will also limit the speed at which the operations are performed. And remaining statements is normally not a consideration because the delays അല്ല, ഇത് false ആണ്. Decrease in direct ratio അല്ല, increase in direct ratio, so ഇതൊന്നും അല്ല. So your answer is option A. That is, it is cumulative for each stage and it will limit the speed of arithmetic operation. And next question, which of the figure is the De Morgan equivalent of figure E? So ഈ ഒരു ഫിഗർ, ഇതിൻ്റെ ഡി മോർഗൻസ് ഇക്വലൻറ്റ്, വിച്ച് ഓഫ് ദ ഫിഗർ എ ടു ഡി ഇസ് ദ ഡി മോർഗൻ ഇക്വലൻറ്റ് ഓഫ് ഫിഗർ ഇ. അപ്പോൾ ഈ ഫിഗറിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഇത് ദിസ് ഈസ് ലെറ്റ് ദ ഇൻപുട്ട് ബി എ ആൻഡ് ബി. സോ എന്തായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട്? ഇറ്റ് വിൽ ബി എ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ്. ശരിയല്ലേ? സോ ഇതിൻ്റെ ഡി മോർഗൻ ഇക്വലൻറ്റ് എന്താണ്? ഇതിൻ്റെ ഡി മോർഗൻ ഇക്വലൻറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ കോംപ്ലിമെൻറ്റ് പ്ലസ് ബി കോംപ്ലിമെൻറ്റ്. സോ ഇത് ജനറേറ്റ് ചെയ്യുന്ന സർക്യൂട്ട് ഏതാണെന്ന് നോക്കാം. ഫസ്റ്റ് സർക്യൂട്ട് നോക്കിക്കേ. ഫസ്റ്റ് ഇൻപുട്ട് എയും സെക്കൻഡ് ഇൻപുട്ട് ബിയും ആണെങ്കിൽ, ശരിയല്ലേ, ഇത് ബബിളാണ്. അപ്പോൾ ഇറ്റ് വിൽ ബി ഇൻവെർട്ടഡ്. സോ എ കോംപ്ലിമെൻറ്റ്, ഇവിടെ ബി കോംപ്ലിമെൻറ്റ്, ആൻഡ് ഇതൊരു ഓർ ഗേറ്റ് ആണ്. അപ്പോൾ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ എ കോംപ്ലിമെൻറ്റ് പ്ലസ് ബി കോംപ്ലിമെൻറ്റ്. ശരിയല്ലേ? ആൻഡ് ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും അല്ല, ശരിയല്ലേ? ഇതൊന്നുമല്ല. സോ യുവർ ആൻസർ വിൽ ബി ഓപ്ഷൻ എ. 17th, യുവർ ആൻസർ ഈസ് ഓപ്ഷൻ എ. ദിസ് ഫിഗർ ഈസ് the De Morgan equivalent of this particular figure. And which of the figures in figure A to D is equivalent to figure E? Again, figure E, this is for figure E. ഇതിൻ്റെ ഇക്വലൻ്റ് ഏതെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് ഔട്ട്പുട്ട് എന്താണെന്ന് നോക്കാം. ഇതൊരു ആൻഡ് ഗേറ്റ് ആണല്ലോ. അപ്പോൾ ഇവിടെ ഒരു നോട്ട് ഉണ്ട്. സോ ഈ നോട്ടിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ബി ആണ്. സോ ഔട്ട്പുട്ട് വിൽ ബി ബി കോംപ്ലിമെൻറ്റ്. ഈ നോട്ടിൻ്റെ ഇൻപുട്ട് എ ആണ്. സോ ഔട്ട്പുട്ട് വിൽ ബി എ കോംപ്ലിമെൻറ്റ്. ഇനി ഇതിൻ്റെ ഔട്ട്പുട്ട് നോക്കാം. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ എ ഡോട്ട് ബി കോംപ്ലിമെൻറ്റ്. ശരിയല്ലേ? ആൻഡ് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ എ കോംപ്ലിമെൻറ്റ് ഡോട്ട് ബി. നൗ ഈ രണ്ട് ഇൻപുട്സും നമ്മൾ ഒരു ഓർ ഗേറ്റ്, ഇത് ഓർ ഗേറ്റ് ആണ്, ഓർ ഗേറ്റിലോട്ട് പാസ് ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബി കോംപ്ലിമെൻറ്റ് പ്ലസ് എ കോംപ്ലിമെൻറ്റ് ഇൻറ്റു ബി. ശരിയല്ലേ? ഈ രണ്ട് ഇൻപുട്സിനെയും ഓർ ചെയ്യുന്നു. സോ ദിസ് ഈസ് ആക്ച്വലി എക്സോർ. ഇത് എക്സോർ ഇക്വേഷൻ ആണല്ലോ. എ ബി കോംപ്ലിമെൻറ്റ് പ്ലസ് എ കോംപ്ലിമെൻറ്റ് ബി, ദിസ് ഈസ് എക്സോർ ഇക്വേഷൻ. അപ്പോൾ ഇനി ഇത് ഏതുമായിട്ടാണ് ഇക്വലൻ്റ് എന്ന് നോക്കാം. ഇപ്പോൾ എയുമായിട്ടല്ല, ഇവിടെ ഒരു നാൻഡും നോട്ടും ഒക്കെയാണ്. ബി, ഓപ്ഷൻ ബി നോക്കിക്കേ, ഇത് എക്സോർ ഗേറ്റ് ആണ്. സോറി ഇത് എക്സോർ അല്ല, ഇത് നോർ ഗേറ്റ് ആണ്. അപ്പോൾ ഇതുമല്ല. ആൻഡ് ഓപ്ഷൻ സി നോക്കിക്കേ, നൗ ദിസ് ഈസ് എക്സോർ ഗേറ്റ്. ശരിയല്ലേ? So now this is an XOR gate. So this is equivalent to this figure. This figure is equivalent to option C. So your answer will be option C. Now simplify the expression എ ബി കോംപ്ലിമെൻറ്റ് പ്ലസ് സി ദ ഹോൾ കോംപ്ലിമെൻറ്റ്. സോ നമ്മളിത് സിംപ്ലിഫൈ ചെയ്യാം. ഇത് വളരെ സിമ്പിളാണ്. എ ബി കോംപ്ലിമെൻറ്റ് പ്ലസ് സി ദ ഹോൾ കോംപ്ലിമെൻറ്റ് ബൈ ഡി മോർഗൻസ് ലോ. സോ ഡി മോർഗൻസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ നോർമലി നമ്മൾ എങ്ങനെ ഡി മോർഗൻസ് ലോ അപ്ലൈ ചെയ്യുന്നത്? ഈ ലൈൻ ഇവിടെ ബ്രേക്ക് ചെയ്യുമ്പോൾ ഈ സൈൻ ചേഞ്ച് ചെയ്യണം, ഡോട്ടായിട്ട് ചേഞ്ച് ചെയ്യണം. സോ യു വിൽ ഗെറ്റ് എ ബി കോംപ്ലിമെൻറ്റ് ഡോട്ട് സി കോംപ്ലിമെൻറ്റ്. ശരിയല്ലേ? വി ഹാവ് അപ്ലൈഡ് ഡി മോർഗൻസ് ലോ. സോ ദാറ്റ് ഈസ് എ ബി ഡബിൾ കോംപ്ലിമെൻറ്റ് ഈസ് എ ബി ആൻഡ് സി കോംപ്ലിമെൻറ്റ്. സോ യുവർ ആൻസർ വിൽ ബി ഓപ്ഷൻ ബി. So 20, your answer is option B. Now 21. So which of the figure in figure A to D is equivalent to figure E? Again, ഈ ഫിഗറിൻ്റെ ഇക്വലൻറ്റ് എന്താണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഈ ആൻഡ് ഗേറ്റ്സിൻ്റെ ഔട്ട്പുട്ട് നോക്കാം. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എ ബി ആണ്. ഇതൊരു ആൻഡ് ഗേറ്റ് ആണല്ലോ. ഈ ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സി ഡി ആണ്. നൗ ഇതൊരു ഓർ ഗേറ്റ് ആണ്. സോ ഈ ഔട്ട്പുട്ട് എന്താണ്? എ ബി ഓർ സി ഡി. ആൻഡ് ദെൻ
ഇതൊരു നോട്ട് ഇൻവെർട്ടാണ്. സോ യുവർ ഫൈനൽ ഔട്ട്പുട്ട് വിൽ ബി എ ബി പ്ലസ് സി ഡി ദ ഹോൾ കോംപ്ലിമെൻറ്റ്. ശരിയല്ലേ? ആൻഡ് സോ ഇത് ഏതുമായിട്ടാണ് ഇക്വലൻറ്റ്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. സോ നൗ ഇത് ഡിമോർഗൻസിൽ അപ്ലൈ ആണെങ്കിൽ ഇറ്റ് വിൽ ബി എ ബി കോംപ്ലിമെൻറ്റ് ഡോട്ട് സി ഡി കോംപ്ലിമെൻറ്റ്. ദാറ്റ് ഈസ് എ കോംപ്ലിമെൻറ്റ് പ്ലസ് ബി കോംപ്ലിമെൻറ്റ് ഡോട്ട് സി കോംപ്ലിമെൻറ്റ് പ്ലസ് ടി കോംപ്ലിമെൻറ്റ്. ശരിയല്ലേ? ഇനി ഇവിടെ നോക്കുക, ഇത് ജനറേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും എക്സ്പ്രഷൻ ഉണ്ടോ എന്ന്. സി ഇവിടെ എ കോംപ്ലിമെൻ്റ് ഒന്നും ജനറേറ്റ് ചെയ്യുന്നില്ല. ആൻഡ് ബിയിലോട്ട് വരാം. സി ഇവിടെ ഉണ്ട് അല്ലേ? എ കോംപ്ലിമെൻറ്റ്, ബി കോംപ്ലിമെൻറ്റ്, ദിസ് ഈസ് സി കോംപ്ലിമെൻറ്റ്, ദിസ് ഈസ് ഡി കോംപ്ലിമെൻറ്റ്. ആൻഡ് ഇവിടെ എ കോംപ്ലിമെൻറ്റ് പ്ലസ് ബി കോംപ്ലിമെൻറ്റ്, ഇവിടെ സി കോംപ്ലിമെൻറ്റ് പ്ലസ് ഡി കോംപ്ലിമെൻറ്റ്. ഇത് ഓർ ഗേറ്റ് അല്ലേ? ഇനി ഇത് രണ്ടും കൂടെ നമ്മൾ ആൻഡ് ചെയ്യുന്നു. ആൻഡ് ചെയ്യുമ്പോൾ എ കോംപ്ലിമെൻറ്റ് പ്ലസ് ബി കോംപ്ലിമെൻറ്റ് ഡോട്ട് സി കോംപ്ലിമെൻറ്റ് പ്ലസ് ഡി കോംപ്ലിമെൻറ്റ്. സോ ഇതിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ട് ഇ യുടെ ഇക്വലൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സർക്യൂട്ട് ഡയഗ്രാം ബി. So your answer is option B. So just ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം നമുക്ക്. 22 the simplest equation which implements the K-map shown here. So ഇതിൻ്റെ ഒരു മാപ്പിംഗ്, ഐ മീൻ ഗ്രൂപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു എക്സ്പ്രഷൻ എടുക്കണം. സോ ഇവിടെ ചെയ്യാവുന്നത് വൺസ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നു. അപ്പോൾ വളരെ ഈസിയാണ്. ഈ 4 വൺസും കൂടെ നമുക്ക് ഒരു ഗ്രൂപ്പായിട്ട് ഗ്രൂപ്പ് ചെയ്യാം. ആൻഡ് പിന്നെ റിമൈനിങ് ജസ്റ്റ് ഒരു വൺ മാത്രമേ ഉള്ളൂ. ആൻഡ് ഇത് രണ്ടും കൂടെ അല്ലേ? ഇതേ പോസിബിലിറ്റി ഉള്ളൂ ഇവിടെ. സോ യുവർ എക്സ്പ്രഷൻ വിൽ ബി ഈക്വൽ ടു, സോ ദിസ് ഇതിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ആൻഡ് സി. സോ ഇറ്റ് ഈസ് എ സി പ്ലസ്, ആൻഡ് ഇതിൻ്റെ ഒരു എക്സ്പ്രഷൻ ഇറ്റ് വിൽ ബി ബി അല്ലേ? ഈ രണ്ട് റോസ് നോക്കുക, ബി മാത്രമേ ഉള്ളൂ കോൺസ്റ്റൻ്റ് ആയിട്ട്. സോ ബി ആൻഡ് സി ബാർ സി യൂസ് ചെയ്യാൻ പറ്റില്ല. സോ യുവർ എക്സ്പ്രഷൻ ഈസ് എ സി പ്ലസ് ബി. സോ യുവർ ആൻസർ ഈസ് എക്സ് ഈക്വൽ ടു എ സി പ്ലസ് ബി. ദാറ്റ് ഈസ് യുവർ ആൻസർ ഈസ് ഓപ്ഷൻ എ. Now next question, the prime implicant which has at least one element that is not present in any other implicant is known as essential prime implicant, complement, prime complement. So ഇതിൻ്റെ ആൻസർ നമുക്കറിയാം, ഇറ്റ് ഈസ് essential prime implicant. The prime implicant which has at least ഒരു എലിമെൻറ്റ്. പ്രൈം ഇംപ്ലിക്കൻറ്റിൽ അറ്റ്ലീസ്റ്റ് ഒരു എലമെൻ്റ് എങ്കിലും വേറെ ഒരു പ്രൈം ഇംപ്ലിക്കൻറ്റുമായിട്ട് റിലേറ്റ് ആവുന്നില്ല, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വൺ എലിമെൻറ്റ് ദാറ്റ് ഈസ് നോട്ട് പ്രസൻറ്റ് ഇൻ എനി അതർ ഇംപ്ലിക്കൻറ്റ് ഈസ് നോൺ ആസ് എസെൻഷ്യൽ പ്രൈം ഇംപ്ലിക്കൻറ്റ്. പ്രൈം ഇംപ്ലിക്കൻസിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ഡിസ്കസ് ചെയ്തായിരുന്നു. എസെൻഷ്യൽ പ്രൈം ഇംപ്ലിക്കൻറ്റ്, നമ്മുടെ സെലക്റ്റീവ് പ്രൈം ഇംപ്ലിക്കൻറ്റ്, റെഡൻഡൻറ്റ് പ്രൈം ഇംപ്ലിക്കൻസ്, അങ്ങനെ ടൈപ്സ് ഓഫ് പ്രൈം ഇംപ്ലിക്കൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. And which of the example below expresses the commutative law of multiplication? So commutative law of multiplication എന്ന് പറയുമ്പോൾ it is option D അല്ലേ? A dot B equal to B dot A. That is the commutative law of multiplication. Your answer is option D. So just objective questions, type of questions discussion ഈ ഒരു സെഷൻ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. താങ്ക് യു.